ഹലോ ഹായ് എവരിബഡി. അപ്പോൾ ഞങ്ങൾ ഇന്ന് ലൈവാണ്. ഹലോ. അപ്പോൾ എൻ്റെ പേര് അമ്മി. എന്നെക്കുറിച്ച് ആദ്യമായിട്ടാണ് ഈ ലൈവിൽ കാണുന്നതെങ്കിൽ ഞാനൊരു RN ബൈ പ്രൊഫഷൻ. ഒരു ഡിജിറ്റൽ ബിസിനസ് മെൻറ്ററാണ്, പ്രൗഡ് ഡിജിറ്റൽ ബിസിനസ് മെൻറ്റർ. 3 പിള്ളേരുടെ അമ്മ. കാനഡയിൽ റിസൈഡ് ചെയ്യുന്നു 15 years ആയിട്ട്. അപ്പോൾ അതാണ് എൻ്റെ ഒരു ഷോർട്ട് ഇൻട്രോ എന്നെക്കുറിച്ച്. അപ്പം ഞങ്ങൾ ഇന്നത്തെ ഈ ഒരു ദിവസം എന്താ പറയുക, ഇങ്ങനെ ലൈവ് വന്നത്, ഇപ്പം നമ്മളെല്ലാവരും ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ബിസിനസ്, ഓൺലൈൻ മാർക്കറ്റിംഗ് ബിസിനസ് എന്ന് കാണുമ്പോൾ എല്ലാവർക്കും കുറെ തെറ്റിദ്ധാരണകൾ ഉണ്ടല്ലോ. ധാരണകളല്ല, നമുക്ക് ഒരു കാര്യം നമ്മൾ ആക്കുമ്പോൾ എന്താന്ന് നോക്കണേക്കാളും കൂടുതൽ അവർക്ക് ഇത് സ്കാമാണ്, അല്ലെങ്കിൽ ഇത് മണിച്ചീനാണ്, ഇത് പിരമിഡ് സ്കീമാണ്, അല്ലെങ്കിൽ ഇത് അന്നതാണ്, അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇത് കാര്യമാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൂടുതലായിട്ട് നോക്കത്തില്ല. അപ്പോൾ ഞങ്ങളെ പോലുള്ളവർ, ഈ അമ്മമാര് അല്ലെങ്കിൽ ലേഡീസ് ആയിട്ടുള്ള ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഒത്തിരി കോഷ്യസ് ആണ് എല്ലാ പെണ്ണുങ്ങളും, അല്ലേ? സത്യമായിട്ടും നമ്മൾ പണ്ടൊക്കെ കുഞ്ഞിലേക്ക് നമ്മൾ കല്യാണത്തിന് മുന്നേ ഞങ്ങൾ ഫോട്ടോ പോലും പോസ്റ്റ് ചെയ്യത്തില്ല. അങ്ങനത്തെ ആൾക്കാർ ഒരു ലെജിറ്റിമേറ്റ് അല്ലാത്ത ഒരു ബിസിനസ്സിലേക്ക് വരുമോ ഇല്ലയോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ എല്ലാവർക്കും ഉണ്ടല്ലോ. ഞങ്ങൾ ഓർത്ത് ഇന്ന് എല്ലാവരുടെയും കുറെ തെറ്റിദ്ധാരണകളൊക്കെ ചെറുതായിട്ടൊന്ന് മാറ്റാം. ചെറിയ ബിസിനസിന്റെ റിയൽ ആയിട്ടുള്ള ഫാക്ടർ ബിഹൈൻഡ് എന്തൊക്കെയാണെന്നുള്ളത് ഒന്ന് ഡിസ്കസ് ചെയ്യാന്ന് വെച്ചു. അപ്പൊ ഇന്ന് എന്റെ കൂട്ടത്തിൽ ഞങ്ങൾ 4 പേരുണ്ട്. അപ്പൊ എല്ലാവരും അവരെ കുറിച്ച് ഷോർട്ടായിട്ട് ഇൻട്രൊഡക്ഷൻ തരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ സിബിയിലേക്ക് പോവാണ്. സിബിനോട് ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിക്കുകയാണ്. എന്താ നമ്മളിപ്പോ ഈ ഓൺലൈൻ മാർക്കറ്റിംഗ് സ്പേസ് ബിസിനസ് എന്ന് പറയുമ്പോൾ എല്ലാവരും പറയും സ്കാമേഴ്സ് ആണ്, നമ്മളെല്ലാവരും സ്കാമേഴ്സ് ആണെന്ന് വിളിച്ചു പറയാറുണ്ടല്ലോ. അപ്പൊ ഈ സ്കാം എന്ന് പറയുന്നതിനെ കുറിച്ച് സിബിക്ക് എന്താ ഒരു അഭിപ്രായമുള്ളത്? ഹലോ, താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ് മീ അമി. എൻ്റെ പേര് സിബി. ഞാൻ UK-ൽ 20 years ആയിട്ട് നേഴ്സായിട്ട് വർക്ക് ചെയ്യാണ്. അപ്പോൾ ഞാനിവിടെ നേഴ്സ്. ഇപ്പം ഞങ്ങളെല്ലാവരും വന്ന് ഞങ്ങളുടെ ഫേസ് നിങ്ങളെ ലൈവിൽ കൂടെ കാണിക്കുകയാണ്. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? നിങ്ങൾ സ്കാം ചെയ്യുന്ന ആരെങ്കിലും വന്ന് അവരുടെ ഫേസ്, അയ്യോ ഞങ്ങൾ ഇതാണ്, എൻ്റെ പേര് സിബി എന്നാണ്, ഞാനാണ് സ്കാം ചെയ്യുന്നത് ആരെങ്കിലും പറയുമോ വന്ന്? അത് തന്നെയല്ലേ ഒരു അല്ലേ? അങ്ങനെ ആരെങ്കിലും ചെയ്യുമോ? ഇല്ല. പിന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ UK-ലെ നേഴ്സായിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ രജിസ്ട്രേഷൻ പിന്നെ അത്യാവശ്യമാണ്. രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് നേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യാൻ പോകുന്നുണ്ട്, നമ്മളുടെ പിന്നെ നമ്മൾ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്തുള്ളൊരു എന്താണ്, നമ്മൾ എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും നമ്മുടെ പേരിൽ കേസുണ്ടോ, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്നുള്ളത് അവർ ചോദിക്കുന്നുണ്ട്. അങ്ങനെ നമ്മളെ നോ എന്ന് പറഞ്ഞിട്ടാണ് ഈ 20 വർഷമായിട്ട് ഞാൻ ഈ UK-ൽ ജോലി ചെയ്യുന്നത്. അപ്പൊ എന്തെങ്കിലും അങ്ങനെ കൺവിക്ഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ എനിക്ക് ഒരിക്കലും ഈ UK-ൽ ജോലി ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ ഞങ്ങളെ അങ്ങനെ സ്കാം ചെയ്യുവാണെങ്കിൽ ഒരിക്കലും എനിക്കെന്നല്ല ആർക്കും തന്നെ നമ്മളെ വെളിയിലെ ജോലി ചെയ്യുന്ന ആർക്കും തന്നെ അങ്ങനെ സ്കാം ചെയ്തുകൊണ്ട് ജോലി ചെയ്യാനായിട്ട് പറ്റത്തില്ല. നമ്മളൊരു പ്രൊഫഷണൽ വർക്കേഴ്സ് ആയിട്ട് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് സ്കാം ആണെന്ന് എങ്ങനെ പറയാൻ പറ്റും? അത് തന്നെയല്ല, ഇപ്പം ആരെയും നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. എന്നെ സംബന്ധിച്ച് ഞാനും ഇതുപോലെ ഒരുപാട് പിന്നെ ആർട്സ് ഇതുപോലെ ഫേസ്ബുക്കിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഞാൻ ഇത് ബിസിനസ്സിൽ ചേരുന്നതിന് മുമ്പ് ഒരുപാട് ആർട്സ് കണ്ടിട്ടുണ്ട്. അപ്പൊ എന്റെ വിചാരം ഇത് സ്കാം ആണെന്നാണ്, ഇവര് ചുമ്മാ വന്നിരുന്ന് ഇങ്ങനെ പറയുന്നതാണെന്നാണ് എന്റെ വിചാരം. ഇതിൽ ക്ലിക്ക് ചെയ്യാൻ പറയുന്നതുകൊണ്ട് ഞാൻ ഒരിക്കലും ഇത് ക്ലിക്ക് ചെയ്തില്ല. കാരണം എന്റെ വിചാരം എന്റെ പൈസയിൽ ഇതിനകത്തുനിന്ന് പോകും, അങ്ങനെ വിചാരിച്ച് ഞാൻ ഒരിക്കലും ക്ലിക്ക് ചെയ്യത്തില്ല. പിന്നെ ഞാൻ ഇതേപ്പറ്റി കൂടുതൽ പഠിച്ച് 1 വർഷം എടുത്ത് പഠിച്ചിട്ട് ശേഷമാണ് ഞാൻ ഈ ബിസിനസ്സിലേക്ക് ജോയിൻ ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ഇതൊരിക്കലും എന്റെ സ്കാം അല്ല എന്ന് ഞാൻ പറയാനായിട്ട് കാരണം. അമ്മിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ഇതിനെപ്പറ്റി അത് കൂടുതലായിട്ട്? ഉറപ്പായിട്ടും. എന്ന് വെച്ചാല് ഞാൻ അഡപ്റ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ എല്ലാവരുടെയും ഉറപ്പ് എന്ന് വെച്ചാൽ സ്കാം എന്ന് പറഞ്ഞാല് നമ്മളൊരു കാര്യത്തിൽ ഒരു ലിങ്കിൽ ഒരു ക്ലിക്ക് ചെയ്താൽ അവരെപ്പോഴും നിങ്ങളോട് ചോദിക്കും എൻ്റർ യുവർ ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ്. മനസ്സിലായോ? പിന്നെ ആ പേഴ്സണാലിറ്റിയുടെ നമ്മൾ ആ ഒരു പേജ് നോക്കിയാൽ അല്ലെ ക്രെഡിബിലിറ്റി ഉണ്ടാവുമല്ലോ ആ വെബ്സൈറ്റിന്, അല്ലെങ്കിൽ ആ എന്ത് ലിങ്കിലാണോ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്നത് നിങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകും. പിന്നെ എപ്പോഴും ഈ കണ്ടന്റിന്റെ അടിയിൽ കുറേ പോസിറ്റീവ് കമന്റ്സ് ഉണ്ടാവും, ഇല്ലേ? അങ്ങനെ അപ്പോൾ ഞങ്ങൾ ജെന്യൂൻ ആയിട്ട് ഇങ്ങനെ വരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ടാക്സ് ഫയൽ ചെയ്യുന്ന ഒരു ബിസിനസ് തന്നെയാണിത്. എൻ്റെ ഇവിടെയാണെങ്കിൽ T4A എന്നാണ് പറയുന്നത്. നമ്മൾ ഈ രണ്ടിൽ ഉറപ്പായിട്ടും ജെന്യൂൻ ആയിട്ട് ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യുമ്പോഴത്തേനും ടാക്സ് ഫയൽ ചെയ്യണം. അപ്പോൾ അതിന്റെ ലെജിറ്റിമേറ്റ് ആണ്, ഇതാണ്. നമ്മൾ എത്ര പറഞ്ഞു വിളിച്ച് പറഞ്ഞാലും ചില ആൾക്കാരുണ്ട് ഉറപ്പായിട്ടും, ഞാൻ ഇതിലൊന്നും നോക്കുന്നില്ല, എനിക്ക് ഇതിന്റെ താല്പര്യമില്ല, ഒരു സ്കാമാണ്, ഓക്കെ. അപ്പൊ നമ്മൾ അങ്ങനത്തെ ഒരു ജനറേഷനോട് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങൾക്ക് എപ്പോഴും ഓപ്പൺ ആയിട്ട് എല്ലാ ഡീറ്റെയിൽസും വന്ന് കണ്ട് സെൽഫ് സ്റ്റഡി ചെയ്തിട്ട് ഈ 52 years പ്ലസ് ആയിട്ടുള്ള ഈ ഫേമിന്റെ ക്രെഡിബിലിറ്റി നോക്കി, അവരുടെ സർട്ടിഫിക്കേഷൻസ് നോക്കി, എല്ലാം കണ്ടിട്ടാണ് ആരായാലും ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങള് പെണ്ണുങ്ങള്, അമ്മമാര്, ഒത്തിരി സെൽഫ് കോൺഷ്യസ് ആയിട്ടുള്ള ഞങ്ങള് ഇങ്ങനെ ഒരു ബിസിനസ്സിൽ ഇരിപ്പുണ്ടെങ്കിൽ
കാണുന്നവർക്ക്, ഞങ്ങളെ അറിയാവുന്നവർക്ക് എല്ലാവർക്കും അറിയാം ഇത് സ്കാം അല്ല. പക്ഷേ ആർക്കും ഇതിന്റെ ബിഹൈൻഡ് ദ സ്കീൻ നമ്മൾ ഒരിക്കലും പറയുന്നില്ല, വിളിച്ചു പറയുന്നില്ല ഇതാണ് ബിസിനസ്, ഞാനിത് ചെയ്യുവാണ്, ഇങ്ങോട്ട് ചേർക്കുക. അങ്ങനത്തെ ഒരു ബിസിനസ് അല്ലാത്തതുകൊണ്ട് ഞങ്ങളുടെ അടുത്തുനിന്ന് കൂടുതൽ അടുത്തറിയാവുന്ന ആൾക്കാർക്ക് പോലും അറിയത്തില്ല ഞങ്ങൾ എന്ത് ബിസിനസ്സാണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ എല്ലാവരും ഒരേ സെയിം പ്രോസസ്സിലൂടെ സ്റ്റെപ്സിലൂടെ വന്നിട്ടാണ് ബിസിനസിന്റെ ഡീറ്റെയിൽസ് മനസ്സിലാക്കുന്നത്. അപ്പോൾ പക്ഷേ ഈ ബിസിനസ്സിലേക്ക് വന്നു കഴിയുമ്പോൾ, സ്റ്റാർട്ടപ്പ് ചെയ്ത് ബിസിനസ്സിന് ഇൻഫർമേഷൻ അറിയാനുള്ള സ്റ്റെപ്സ് വന്നെടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ഓരോ ആൾക്കാരുടെ അച്ചീവ്മെന്റ്സ്, ഓരോ ആൾക്കാരുടെയും ടാക്സ് ഫയൽ ചെയ്തേക്കുന്ന ഫോംസ് ഒന്നും കാണിക്കുന്നില്ല, പക്ഷെ അവരെന്തോരം ഏൺ ചെയ്യുന്നു, ഇതെല്ലാം ഒത്തിരി ട്രാൻസ്പാരന്റ് ആണ്. അപ്പോൾ അത് കാണാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു 30-day ട്രയൽ പീരീഡ് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ ഈ 30-day ട്രയൽ പീരീഡ് എന്ന് പറയുമ്പോഴത്തേനും അത് ഫ്രീ അല്ല, ഞാൻ എംഫസൈസ് ചെയ്ത് പറയുവാണ്, അത് ഫ്രീ അല്ല, വെറുതെ അല്ല. കാര്യം ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് വരുന്നതുകൊണ്ട് ഒരു 149 USD കൊടുത്തിട്ടാണ് നിങ്ങൾ 30-day ട്രയൽ പീരീഡ് എടുക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ദീപയ്ക്ക് എന്താ പറയാനുള്ളത്? നമ്മുടെ ഈ ഒരു ട്രയൽ പീരീഡ് ഉണ്ടല്ലോ, അപ്പൊ അതിനെക്കുറിച്ച് ദീപയ്ക്ക് എന്താ പറയാനുള്ളത്? താങ്ക് യു അബി, ദാറ്റ് വാസ് എ നൈസ് ക്വസ്റ്റ്യൻ. ആൻഡ് എൻ്റെ പേര് ദീപ. ഞാൻ 14 years ആയിട്ട് UAE ഒരു ലൈസൻസ് MRI ടെക് ആയിട്ട് വർക്ക് ചെയ്യാണ്. സോ ഞാൻ ഈ ബിസിനസ്സിൽ വന്നിട്ട് ഏകദേശം 1.5 year ആവുന്നു. സോ ഞാനൊരു പ്രൗഡ് ഡിജിറ്റൽ ബിസിനസ് ഓണറാണ്. എൻ്റെ ഫാമിലി ഇവിടെ ഉണ്ട്, 2 ഗേൾസ് ആണ് എനിക്ക്. എൻ്റെ ഹസ്ബൻഡും MRI ടെക് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. സോ ഇതാണ് എന്നെ കുറിച്ചുള്ള ഷോർട്ട് ഇൻട്രൊഡക്ഷൻ. സോ കമ്മിങ് ടു ദ പോയിന്റ്, 149. ഇപ്പം എൻ്റെ അടുത്തും പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട് വൈ ദർ ഇസ് എ സീക്രസി. എന്താ നിങ്ങൾക്ക് ഇപ്പോ വെബിനാർ കണ്ടു കഴിഞ്ഞിട്ട് പല ആൾക്കാരും ഈ $149 പേയ്മെന്റ് ചെയ്യണം, ബിസിനസിനെ കുറിച്ചിട്ടുള്ള ഫുൾ ഇൻഫർമേഷൻ നിങ്ങൾക്ക് സ്പിൽ ഔട്ട് ചെയ്യും. അത് കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് തന്നെ ഡിസിഷൻ എടുക്കാം, നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കരുത് നിങ്ങൾക്കുള്ളതാണോ ഇല്ലെന്ന് തീരുമാനിച്ചിട്ട് നിങ്ങൾ ഓക്കെ എന്ന് പറഞ്ഞാൽ മാത്രം നിങ്ങളെ ബിസിനസ് ഓണർ ആക്കാനുള്ള സ്റ്റെപ്സിലേക്ക് നമ്മൾ പോകുള്ളൂ. സോ അവിടെ യാതൊരു കമ്പല്ലിങ്ങും ഇല്ല. സോ അപ്പൊ ആൾക്കാർക്ക് ഈ 149 തട്ടിയിട്ട് ആൾക്കാർ നിൽക്കുകയാണ്. അവിടെ നിന്ന് അങ്ങോട്ട് ആ ഒരു കൺവെൻഷണൽ രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാർ പോയില്ല. അപ്പം അവര് വിചാരിക്കുന്നത് ഒന്ന് ഈ 149 ആണ് എന്റെ പോക്കറ്റിലേക്ക് വരുന്നതെന്ന്. അപ്പോ ഐ വാണ്ട് ടു ബേസ്റ്റ് ദാറ്റ് മിത്ത് ഫസ്റ്റ്, ദാറ്റ് ഈ 149 അല്ല ഞങ്ങളുടെ പോക്കറ്റിലേക്ക് വരുന്നത്. ഈ 149 നിങ്ങൾ ഡയറക്റ്റ് കമ്പനിയിലേക്കാണ് പേയ്മെന്റ് പോണത്. നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടാണ് പേയ്മെന്റ് ചെയ്തത്. ബട്ട് ദാറ്റ് ഈസ് എ ട്രസ്റ്റബിൾ സോഴ്സ്. എന്റെയൊക്കെ അത്യാവശ്യം നല്ല ക്രെഡിറ്റ് ലിമിറ്റ് ഉള്ള കാർഡ് വെച്ചിട്ടാണ് ഞാൻ ആദ്യം $149 പേയ്മെന്റ് ചെയ്തത്. ഇതുവരെ എന്റെ കാർഡിന് ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല, കാർഡ് സ്കാംഡ് ആയിട്ടില്ല, കാർഡിൽ നിന്ന് പൈസ പോയിട്ടില്ല. ഓക്കെ, അപ്പൊ അത് കമ്പനിയിലേക്ക് പേയ്മെന്റ് ചെയ്യുമ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് അതിന്റെ റെസിപ്റ്റ് നിങ്ങളുടെ രജിസ്റ്റേർഡ് മെയിൽ ID വരുന്നുണ്ട്. സോ സ്കാം എന്നുള്ള സംഭവത്തിനകത്ത് അത് വരില്ല. പിന്നെ സോ അതൊരു ട്രാൻസ്പെറന്റ് ട്രാൻസാക്ഷൻ ആണ്. നിങ്ങൾക്കൊരു റെസിപ്റ്റ് കിട്ടുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് സോ ട്രാൻസ്പെറന്റ്. അതൊന്ന്. പിന്നെ അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ മെയിലിലേക്ക് ഒരു 2 hours ഏകദേശമുള്ള ബിസിനസിനെ കുറിച്ചുള്ള A to Z ഇൻഫർമേഷൻസ് എങ്ങനെയാണ്. ഇപ്പം ആൾക്കാർക്ക് ആർക്കും അറിയില്ല. ഒരു 0 ഐഡിയ ഉള്ള ഒരാളാണ് നമ്മളുടെ അടുത്ത് വെബിനാർ വന്ന് കണ്ടിട്ട് വെബിനാറിൽ നിന്ന് ഒരു 30-35% ഇൻഫർമേഷൻ കിട്ടിയിട്ട് ബാക്കി 149 പേയ്മെന്റ് കൊടുത്തിട്ട് എന്താണ് എന്നറിയാൻ വന്നിരിക്കുന്ന ഒരാൾ. അപ്പം അയാൾക്ക് ഒരു 2 hours വീഡിയോ കിട്ടും. ആ വീഡിയോ എന്ന് പറയുന്നത് അവർക്ക് അവരുടെ സമയം പോലെ ഇരുന്നിട്ട് വിശദമായിട്ട് 1, 2, 3 തവണ കാണാം. ബിസിനസിന്റെ ഫുൾ സീക്രട്ട് നമ്മൾ അവിടെ സ്പിൽ ചെയ്യണം. അത് കണ്ടു കഴിഞ്ഞിട്ട് ആൾക്ക് ഡിസൈഡ് ചെയ്യാം ഇറ്റ്സ് ഫോർ മീ ഓർ നോട്ട്. ആ വീഡിയോ കണ്ടു കഴിയുമ്പോൾ തന്നെ അവർക്ക് തന്നെ മനസ്സിലാക്കി ഇത് എനിക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലേ. കാര്യം ഞാൻ ചെയ്യുന്ന കണ്ടുകൊണ്ട് വേറൊരാൾക്ക് ചെയ്യാൻ പറ്റും എന്ന് പറയാൻ പറ്റത്തില്ല. അവനവന് അസസ് ചെയ്യണം. സോ അങ്ങനെ അയാൾ സെൽഫ് അസസ്മെന്റ് ചെയ്തിട്ട് അയാൾ ഡിസൈഡ് ചെയ്യണം, ഓക്കെ എന്നെ കൊണ്ട് ഇത് പറ്റത്തില്ല, ABC റീസൺസ് മേ ബി പറയുന്നുണ്ട്. സോ വാട്ട് ഈസ് ഹാപ്പനിങ് മീൻസ് ഈ 1 month പീരീഡ് ഉണ്ട്. അയാൾക്ക് എവിടെ വേണമെങ്കിലും റിസർച്ച് ചെയ്യാം. നമ്മളുടെ വിരലിന്റെ തുമ്പിലിരിക്കുകയാണ് നമുക്ക് ഇൻഫർമേഷൻസ് കിട്ടാനുള്ള എല്ലാ ഫെസിലിറ്റീസും. ഇനിയിപ്പം എങ്ങനെയുള്ള സോഴ്സ് ആരുടെ അടുത്ത് വേണമെങ്കിലും ചോദിച്ചിട്ട് അയാൾ വെരിഫൈ ചെയ്യാണ് ഈ കേട്ടതെല്ലാം കറക്റ്റ് ആണോ എന്ന്. സോ അത്രയും കഴിഞ്ഞിട്ട് പുള്ളിക്ക് ഡിസൈഡ് ചെയ്യാണ് എനിക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി വിതിൻ 3-4 days യു വിൽ ഗെറ്റ് ദാറ്റ് എമൗണ്ട് ബാക്ക്. ദാറ്റ് ഈസ് വാട്ട് നമ്മൾ പറയുന്നത് 30 days ട്രയൽ പീരീഡ് ആണ്. അത് റീഫണ്ടബിൾ ആണ്. സോ റീഫണ്ട്സ് ഞങ്ങളുടെ എല്ലാവരുടെയും ബിസിനസ്സിൽ അത്യാവശ്യം നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പം അന്ന് വെച്ചാൽ നമ്മൾ 149 എടുത്തിട്ട് കമ്പനിയിലേക്ക് പോകുന്നു, അത് കമ്പനി നിങ്ങൾക്ക് താല്പര്യമില്ല എന്ന് പറയുമ്പോൾ തിരിച്ചു തരുന്നു. ദാറ്റ് ചാപ്റ്റർ എൻഡ്സ് ദെയർ. നിങ്ങൾക്ക് താല്പര്യമില്ല, ഓക്കെ തിരിച്ചു പോകും. ഇനി ചില ആൾക്കാർ ചോദിക്കും ഈ 149 നിങ്ങളുടെ പൈസയല്ലേ? അല്ല, ശരിക്കും പറഞ്ഞാൽ
ഞങ്ങൾക്ക് എല്ലാവർക്കും നമ്മളുടെ ഈ 149 പേയ്മെന്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് നമ്മളുടെ ബിസിനസ് കമ്മ്യൂണിറ്റിയിൽ ഒരു മെമ്പർഷിപ്പ് കിട്ടുന്നുണ്ട്. ആ മെമ്പർഷിപ്പിൽ കാണാം നിങ്ങൾക്ക് ഓരോ ആൾക്കാരുടെ ഇൻകം പോസ്റ്റുകൾ, ഓരോ ആൾക്കാർ പ്രോപ്പർട്ടി മേടിച്ച് ജോലി കിറ്റ് ചെയ്ത ആൾക്കാര്, ഒരു വർഷം കൊണ്ട് പല പ്രോപ്പർട്ടീസിൽ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാർ, അവരുടെ ഡ്രീം ആയിട്ടുള്ള ഹൗസ് മേടിച്ച ആൾക്കാര്, ഇത്രയും ആൾക്കാരുടെ ഇപ്പം UK, കാനഡ, USA, UAE അങ്ങനെയൊക്കെയുള്ള പല കൺട്രീസിൽ നിന്ന് ആൾക്കാർ ഇങ്ങനെയുള്ള ഇൻകം പോസ്റ്റുകൾ ചെയ്യുമ്പോൾ എത്ര പേരുടെ അടുത്ത് നിന്ന് അവർ 149 കളക്ട് ചെയ്താൽ ഒക്കും ഈ പറയുന്ന ഇത്രയും പ്രോപ്പർട്ടി മേടിക്കാനൊക്കെ ഉള്ള പൈസ കളക്ട് ചെയ്യാൻ? സോ ഡെഫിനറ്റ്ലി 149 നമ്മളുടെ പോക്കറ്റിലേക്ക് അല്ല വരുന്നത്. അതിന്റെ ഒരു പ്രൂഫ് കൂടെയാണ് നമ്മളുടെ കമ്മീഷൻ എന്ന് വെച്ചാൽ നമ്മളുടെ എഫേർട്ട് കണ്ട് സക്സസ്ഫുള്ളി ഒരാൾ ബിസിനസ് ഓണർ ആയാൽ സോ ദ കമ്പനി വിൽ പേ, ബിക്കോസ് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. നമ്മൾ സെയിൽസ് ഒന്നും ചെയ്യുന്നുമില്ല, പക്ഷെ അതാണ് ഈ ബിസിനസിന്റെ വേറൊരു ബ്യൂട്ടി എന്ന് പറയുന്നത്. പിന്നെ ഈ $149 കൊടുക്കാതെ തന്നെ ചില ആൾക്കാർ ചോദിക്കും, നമ്മളോട് അടുപ്പമുള്ള ആൾക്കാർ ചോദിക്കും, അടുപ്പമില്ലാത്ത ആൾക്കാർ ചോദിക്കും, എന്തിനാ ഈ $149 പേയ്മെന്റ് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് ഇൻഫർമേഷൻസ് തന്നാൽ എന്താ? 149 പേയ്മെന്റ് ചെയ്ത സോ ഓരോ സ്ഥാപനത്തിലും അല്ലെങ്കിൽ ഓരോ ഓർഗനൈസേഷനും അവരുടേതായിട്ടുള്ള പോളിസീസ് ഉണ്ട്. സോ നിങ്ങൾ ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരു ID പ്രൂഫ് ഒന്നുമില്ല ചെന്ന് കണ്ടിട്ട് അതെ എനിക്ക് ഡോക്ടറെ കാണണം എന്ന് പറഞ്ഞാൽ നിങ്ങളെ ആരെയും കാണിക്കത്തില്ല. വേർ ഇസ് യുവർ ID പ്രൂഫ്, വേർ ഇസ് യുവർ ഇൻഷുറൻസ് കാർഡ് ഡോക്യുമെന്റ്സ്. അപ്പം അങ്ങനെയുള്ള സോ അത് അവരുടെ പോളിസിയാണ്. സോ യു ഹാവ് ടു ഒബേ ദാറ്റ്. സോ നമ്മളുടെ ബിസിനസിന്റെ പോളിസി എന്ന് പറയുന്നത് ഫസ്റ്റ് യു ഹാവ് ടു ഗോ ടു ദ വെബിനാർ, സീ ദ വെബിനാർ, and if you feel it is promising, you go to the next step, the $149 payment. If you feel that is okay for you, next step will be the process for you becoming the business owner. ഇനി താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് ദ റീഫണ്ട്. ഇതാണ് നമ്മളുടെ ബിസിനസ്സിൽ ജോയിൻ ചെയ്യാനായിട്ടുള്ള പോളിസീസ് എന്ന് പറയുന്നത്. ഇത് സ്ട്രിക്റ്റ് ആണ്. നമ്മുടെ ബിസിനസിന്റെ ടോപ്പ് അതായത് 8 ഇയേഴ്സിന് മുകളിലായ ആൾക്കാർ മുതൽ ഇപ്പൊ താഴെ ജോയിൻ ചെയ്യുന്ന എല്ലാ ആൾക്കാരും ഇതേ പ്രോസസ്സിൽ കൂടെ തന്നെയാണ്. അവിടെ ബൈപ്പാസിങ് ഇല്ല. സോ ഇങ്ങനെ ബാക്ക് സീറ്റ് ഇങ്ങനെ റിക്രൂട്ട്മെന്റ് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല. ഇതൊരു സ്ട്രേറ്റ് ഫോർവേഡ് സോ ട്രാൻസ്പെറന്റ് ബിസിനസ് ആണ്. സോ അതൊന്ന്. പിന്നെ ഈ ഒരു ബിസിനസ് നോളജ് ഇല്ലാത്ത ആൾക്കാര് വന്നിട്ട് വെബിനാർ കാണുന്നു, ഓക്കെ എനിക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതിൽ. സോ വെബിനാർ കണ്ടു കഴിഞ്ഞിട്ടുള്ള ആൾക്കാർ എല്ലാവരും വന്നിട്ട് നമ്മളുടെ അടുത്ത് പറയുന്നത് 149 കൊടുക്കണ്ട, അല്ലാതെ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തന്നാൽ എന്താണെന്ന് ചോദിക്കുന്നതിന്റെ വേറൊരു റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാല് ആൾക്കാർ ക്യൂരിയസ് ആയിരിക്കും, ബട്ട് ദേ ആർ നോട്ട് സീരിയസ്. ഒരു ഹൺഡ്രഡ്സ് ഓഫ് ക്വറീസ് നമ്മൾക്ക് വരുമ്പോൾ ഓക്കെ നമ്മള് അതിനെല്ലാത്തിനും എല്ലാ ആൾക്കാർക്കും ഈ 2 മണിക്കൂർ വീഡിയോയുടെ ബിസിനസിന്റെ ഫുൾ സംഭവം നമ്മൾ ഓരോരുത്തർക്കും പേഴ്സണലി പ്രൊവൈഡ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അതെല്ലാം കേട്ടിട്ട് ഈ ആൾക്കാർ ഓക്കെ ബൈ, എനിക്ക് ഇപ്പം ചെയ്യാൻ താല്പര്യമില്ല മേ ബി. അപ്പൊ നമ്മളുടെ ലൈഫ് എന്താവും അല്ലേ? അതൊരു ഒന്ന് ആലോചിച്ച് നോക്കേ. നമ്മൾ എല്ലാവരും ബിസി ആയിട്ടുള്ള പ്രൊഫഷണൽസ് ആണ്. അപ്പം നമുക്കിഷ്ടം നമ്മൾ ജോലിയുടെ കൂടെയും ഇപ്പം പഠിത്തത്തിന്റെ കൂടെയും ലോങ് അവേഴ്സ് ട്രാവലിന്റെ കൂടെ ഒക്കെയാണ് നമ്മൾ ഈ ബിസിനസ് ചെയ്യുന്നത്. സോ അങ്ങനെ ചെയ്യുന്നതിന്റെ കാര്യം തന്നെ ദാറ്റ് ഫ്ലെക്സിബിലിറ്റി ആൻഡ് നമുക്ക് അത്രയും എഫേർട്ട്ലെസ് ആയിട്ട് റൺ ചെയ്യാൻ പറ്റുന്ന ബിസിനസ് ആണ്. ഈ ബിസിനസ് ഇങ്ങനെ റൺ ചെയ്യാൻ പറ്റുന്നതിന്റെ ഒരു കാര്യമാണ് ഈ ഓട്ടോമേഷൻ. ഈ ഓട്ടോമേഷനിലെ ഒരു ഫാക്ടറാണ് ഈ $149 പേയ്മെന്റ്. നിങ്ങൾ $149 പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള സമയത്ത് ഇരുന്നിട്ട് നിങ്ങൾക്ക് ആ വീഡിയോസ് കാണാം. എനിക്ക് അത്രയും എഫേർട്ട് ഇല്ല. എനിക്ക് ഒരാൾ ഇപ്പം എന്റെ കൂടെ ആമിയാണ് ചോദിക്കുന്നത്, എടാ 149 എനിക്ക് പേയ്മെന്റ് ചെയ്യാൻ പറ്റത്തില്ല, നീ എനിക്ക് ബിസിനസിന്റെ ഇൻഫർമേഷൻ തരുമെന്ന് പറയുന്നത്. ഓക്കെ ഞാൻ അവൾക്ക് പറഞ്ഞു കൊടുക്കും. മേ ബി അവള് ഞാൻ ഫസ്റ്റ് ഇത് തുടങ്ങുമ്പോൾ തന്നെ അവള് പറയും എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ഓക്കെ ഈ ഒരു 2 hours വീഡിയോയുടെ കണ്ടന്റ് ഞാൻ അവൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ആ കോൺവെർസേഷൻ വിൽ ഗോ ടു 3-4 hours. ഡൗട്ട്സ് ആൻസർ ചെയ്യുക, പിന്നെയും ഡൗട്ട്, പിന്നെയും എക്സ്പ്ലെയിൻ ചെയ്യുക. ഇപ്പൊ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ കേപ്പബിലിറ്റി ഇല്ലാത്ത ആളാണെങ്കിൽ ഇവള് ഇൻഫർമേഷൻ കൊണ്ടിട്ട് ഇവള് വട്ടായിട്ട് ഇവള് തിരിച്ചു പോകും. സോ അതൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു ബിസിനസ് ഓവർവ്യൂ ഇറ്റ് ഷുഡ് ബി സിസ്റ്റമാറ്റിക് വേ, നോട്ട് ത്രൂ വെർബലി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ആരെങ്കിലും ഒരു ബിസിനസിന്റെ ഓവർവ്യൂ തരുവാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എ സ്കാം. സോ നമ്മളുടെ ബിസിനസ് അങ്ങനെയല്ല. നമ്മളുടെ ബിസിനസ്സിൽ ഈ സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തിലൂടെയാണ് ഈച്ച് ആൻഡ് എവറി പേഴ്സൺ വരുന്നത്. പിന്നെ വേറൊന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും ടൈമിന് ഭയങ്കര എല്ലാവർക്കും 24 hours തന്നെ കുറെ കാര്യങ്ങൾ നമ്മളും ചെയ്യുന്ന കൂട്ടത്തിലാണ്. അപ്പം എനിക്ക് ഈ പേഴ്സണലി ഇത്ര ആൾക്കാരെ എഫിഷ്യന്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം
ഓട്ടോമേറ്റഡ് സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു വലിയ കൺവീനിയന്റ് ആണ്. എനിക്ക് ടൈം ഫ്രീഡം വേണം. എനിക്ക് എൻ്റെ ഫാമിലിയുടെ കൂടെ ഇരുന്നിട്ട് ഞാൻ ജോലി ഉണ്ടാക്കുന്നതോ അതിൽ കൂടുതലായിട്ടുള്ള ഇൻകം ഉണ്ടാക്കാൻ പൊട്ടൻഷ്യൽ ഉള്ള ഒരു ബിസിനസ് ആണിത്. അപ്പം അതിന് കേപ്പബിലിറ്റി ആക്കുന്നത് ഈ ഒരു ഓട്ടോമേറ്റഡ് സിസ്റ്റം ആണ്. ഈ ഓട്ടോമേറ്റഡ് സിസ്റ്റത്തിന്റെ ഭാഗമാണ് $149. പിന്നെ അതിന്റെ വേറൊരു പോയിന്റ് കൂടെ എനിക്ക് ആഡ് ചെയ്യാനുള്ളത്, ഇപ്പം MBBS ഒരാൾ ജോയിൻ ചെയ്യാൻ വരുമെന്ന് ഒരു സ്റ്റുഡന്റ്, ആ സ്റ്റുഡന്റിന്റെ അടുത്ത് ഫസ്റ്റ് ഇയറിലെ വന്നിട്ട് തന്നെ എല്ലാ 5 ഇയേഴ്സിലെയും കൂടെ ചാപ്റ്റേഴ്സ് ആൻഡ് ലെസൺസ് ലെക്ചേഴ്സ് എല്ലാം കൂടെ ഒറ്റയടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും? ബ്രെയിൻ ഷുഡ് ബി എക്സ്പ്ലോഡിങ്. സോ പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് നമ്മൾ ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് യു ഹാവ് ടു ഷോ ദാറ്റ് പേഷ്യൻസ്. അല്ലാതെ ഒറ്റയടിക്ക് നിങ്ങൾക്ക് ഇൻഫർമേഷൻസ് എല്ലാം ഓവർഫ്ലോഡ് ചെയ്തെന്നാൽ നിങ്ങൾ പറയും ഐ കനോട്ട് ഡു ദാറ്റ്. ബട്ട് അറ്റ് ദ സെയിം ടൈം അത് സിസ്റ്റമാറ്റിക് ആയിട്ട് ഓരോ ഇതിലായിട്ട് നമുക്ക് മൊഡ്യൂൾ ആയിട്ട് നിങ്ങൾക്ക് ആ വീഡിയോസിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. എന്താ ദാറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ സിസ്റ്റം. സോ ഇതാണ് അതിന്റെ ആൻസർ. $149 എന്ന് വെച്ചാൽ ഇറ്റ്സ് ആൻഡ് എക്സ്ക്ലൂസീവ്ലി ഈ $149 $100 പോകുന്ന എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ $100 നിങ്ങൾ ബിസിനസ് ഓണർ ആവാൻ തീരുമാനിക്കുവാണെങ്കിൽ ദാറ്റ് $100 കമ്പനി എടുത്തിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സെയിൽസ് ഫണൽ, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ബിസിനസ് സിസ്റ്റംസ്, അഡ്മിൻ സൈറ്റ്, അങ്ങനെയുള്ള സംഭവങ്ങൾ, ടെക്നിക്കൽ ആയിട്ടുള്ള സംഭവങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ പൈസ യൂസ് ചെയ്യും. അതിൽ 100 അല്ല $99. ബിക്കോസ് ഈ $99 ഈ സംഭവങ്ങൾ നമുക്ക് ഒരിക്കലും പേഴ്സണലി പോയിട്ട് മാർക്കറ്റിൽ പോയിട്ട് സെറ്റപ്പ് ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് ഇറ്റ് വിൽ കോസ്റ്റ് us more than $2,000 or $3,000. അത് നമ്മളുടെ ആ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്. പിന്നെ അടുത്തൊരു 50 എന്ന് വെച്ചാൽ നിങ്ങൾ 149 കൊടുത്തിട്ടുള്ള ഈ 2 hours വീഡിയോ കണ്ടു കഴിഞ്ഞാലും നമുക്ക് കുറച്ച് ഡൗട്ട്സ് ഉണ്ടാവും. ഈ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു കോച്ച് ഉണ്ട്, നമുക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കോച്ച്. ഈ കോച്ചുമായിട്ട് ഒരു 1-to-1 മീറ്റിംഗ് നമ്മൾ അറേഞ്ച് ചെയ്യും. ഈ കോച്ചിങ് എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസ്സിൽ തന്നെ വേറൊരു ഇൻകം സ്ട്രീമാണ്. അപ്പൊ ഈ വരുന്ന കോച്ചിന് കൊടുക്കുന്ന പൈസയാണ് കമ്പനി എടുത്തിട്ട് കോച്ചിന്റെ എഫേർട്ടിന് പൈസ കൊടുക്കുന്നതാണ് ആ $50 എന്ന് പറയുന്നത്. സോ 149 വിൽ ബി യൂസിങ് എക്സ്ക്ലൂസീവ്ലി ഫോർ യു, നോട്ട് ഫോർ അസ്. നമ്മൾ ആരും ഈ ബിസിനസ്സിൽ നിന്ന് പൈസ ഉണ്ടാക്കുന്നത് നിങ്ങളുടെ 149 വെച്ചിട്ട് അല്ല. ഡെഫിനറ്റ്ലി ദാറ്റ് ഈസ്, ഐ തിങ്ക് ഐ ആൻസർ ദാറ്റ്. ദീപ എല്ലാ കാര്യങ്ങളും കവർ ചെയ്തു. അപ്പോൾ നമ്മൾ എപ്പോഴും മനസ്സിലാക്കുന്നത് ഈ 30-day ട്രയൽ പീരീഡിൽ ആർക്കാണ് ഇത് ബെനിഫിറ്റ് ഉണ്ടാകുന്നത്? ഈ ബിസിനസ്സിൽ അപ്രോച്ച് ചെയ്യുന്ന നിങ്ങൾക്ക് എക്സ്ക്ലൂസീവായിട്ട് നിങ്ങൾക്ക് മാത്രമാണ് ഈ ബെനിഫിറ്റ് ഉണ്ടാകുന്നത്. അല്ലാണ്ട് ഇങ്ങനെ ആൾക്കാരെ ചേർക്കുന്നു, ഇങ്ങനെ വന്ന് ജോയിൻ ചെയ്യിച്ചുകൊണ്ടല്ല ഞങ്ങളുടെ ബിസിനസ്സിൽ ഒരിക്കലും ഞങ്ങൾ വരുമാനം ഉണ്ടാക്കുന്നത്. ദീപ എല്ലാം തന്നെ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും ഞങ്ങൾ ആൾക്കാരുടെ അടുത്ത് വന്ന് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് ഈ ബിസിനസ് ഇങ്ങനെയാണ്, ഈ ബിസിനസ് അതാണ്, ഇതിന്റെ ഡീറ്റെയിൽസ് ഇതാണ് എന്ന് പറഞ്ഞ് ഞങ്ങളുടെ സമയം ഒരിക്കലും പോകുന്നില്ല. ഞങ്ങൾ പിള്ളേരുടെ അടുത്തിൽ സമയം ചെയ്യുന്നു, ട്രാവൽ ചെയ്യുന്നു, അല്ലെങ്കിൽ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, ബിസിനസ് ബിഹൈൻഡിൽ ഓട്ടോമേഷനിൽ നടക്കുന്നു. അപ്പൊ ഈ ഒരു ബിസിനസ് എല്ലാം നിങ്ങൾ സ്വന്തമായിട്ട് വീഡിയോസ് കണ്ട് മനസ്സിലാക്കിയിട്ട് ഈ കോച്ചിങ് കോൾ എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ടല്ലോ, ആ സമയത്തിലാണ് നിങ്ങൾ ബിസിനസ് കോച്ചിനോട് ഡിസ്കസ് ചെയ്യുന്നത്. മോർ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടാണ് ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഇതിന്റെ പ്രോസസ്സ്. അതുകൊണ്ടാണ് ഞങ്ങളെ പോലുള്ള പ്രൊഫഷണൽസിന് എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് ഇത് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം, സാധാരണ പല ഒരു ബിസിനസ് നോളജും ഇല്ലാത്ത ഞങ്ങളെ പോലുള്ളവർ ചെയ്യുന്നതിന്റെ ഒരേ ഒരു റീസൺ ഇതുകൊണ്ട് മാത്രമാണ്. അപ്പൊ ഇപ്പൊ ഞാൻ പറഞ്ഞു, ഞാനിപ്പോ ഇങ്ങനെ പറഞ്ഞപ്പോ തന്നെ പറഞ്ഞല്ലോ, അപ്പൊ നമ്മൾക്ക് ഈ ബിസിനസ് സിസ്റ്റം എപ്പോഴും എല്ലാവരും ചോദിക്കുന്നുണ്ട്, ഇതൊരു പിരമിഡ് സ്കീമാണോ? നിങ്ങൾ നമ്മുടെ മുകളിലിരിക്കുന്ന ആൾക്കാർക്കല്ലേ ഈ ബിസിനസ്സിൽ അതിന് അവർക്കല്ലേ ഉപകാരം ഉണ്ടാവുന്നേ? ഇപ്പോൾ നമ്മളൊരു ബിസിനസ്സിൽ സെയിൽസ് ചെയ്യുന്നു, അല്ലെങ്കിൽ കമ്മീഷൻ വഴിയാണ് ബിസിനസ്സിൽ വരുമാനം കിട്ടുന്നത്. അപ്പോൾ നന്ദയ്ക്ക് എന്താ അതിനെ കുറിച്ച് പറയാനുള്ളത്? ഓക്കെ, ഹായ് എവ്രി വൺ. സോ ആദ്യം എന്നെ കുറിച്ച് ഞാൻ കുറച്ച് പറയാം. എൻ്റെ പേര് നന്ദ. ഞാൻ നാട്ടില് ട്രിവാൻഡ്രത്താണ്. ഇപ്പൊ കാനഡയിൽ ഒരു 7 വർഷമായി. കഴിഞ്ഞൊരു 4 വർഷമായിട്ട് ഞാൻ ഫിനാൻഷ്യൽ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുവാണ്. സോ അമ്മി പറഞ്ഞ പോലെ ഞാൻ ഇപ്പോൾ കേട്ട് വരുന്ന, അല്ലെങ്കിൽ കുറച്ച് നാളായിട്ട് കേട്ട് വരുന്ന ഒരു മിഥ്യാധാരണയാണ് ഈ ഡിജിറ്റൽ ബിസിനസ് എന്ന് പറയുന്നത് ഒരു പിരമിഡ് സ്കീമാണ്. നമ്മൾ ലോജിക്കലി തിങ്ക് ചെയ്താൽ പിരമിഡ് സ്കീം എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് കുറെ ആൾക്കാരെ കയറ്റണം, പിന്നെ നമുക്ക് മേളിലുള്ള ആൾക്കാരാണ് ഉള്ള എല്ലാ മെജോറിറ്റി ഏർണിങ്സും അങ്ങോട്ടാണ് പോകുന്നത്. പിന്നെ നമുക്ക് താഴെയുള്ള ആൾക്കാർക്ക് കുറെ പ്രഷറും കൊടുക്കണം. കാരണം കുറെയൊക്കെ ഏർണിങ്സ് നമുക്ക് ഇങ്ങോട്ട് വരണമെങ്കിൽ അവർക്കും കുറെ പ്രഷർ കൊടുക്കണം, കുറെ സെയിൽസ് വേണം, അങ്ങനെ കുറെ ഫാക്ടേഴ്സ് ഉണ്ട്. സോ ഏതൊരു ബിസിനസ്സിലും ഏറ്റവും വൺ ഓഫ് ദി അട്രാക്റ്റീവ് ഫാക്ടർ എന്ന് പറയുന്നത് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഏർണിങ്സ് ആണ്. സോ ഈ ഡിജിറ്റൽ ബിസിനസ്സിൽ എന്ന് പറയുമ്പോൾ വൺ ഓഫ് ദി മെയിൻ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് കമ്മീഷനാണ്.
സോ എനിക്ക് മേളിലുള്ള ആൾക്കാർക്ക് പോകുമെന്ന് ചോദിച്ചാൽ ഒരിക്കലും ഇല്ല. നമ്മൾ എത്ര എഫേർട്ട് ഇടുന്നോ നമുക്ക് നമ്മുടെ മാക്സിമം പൊട്ടൻഷ്യൽ, അതായത് ഇതിന്ന് നമുക്ക് മേലുള്ള ആൾക്കാരെക്കാട്ടിലും എത്രയോ മടങ്ങ് കൂടുതൽ നമുക്ക് ഏൺ ചെയ്യാൻ സാധിക്കും. പിന്നെ നമുക്ക് താഴെ ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് പ്രഷർ കൊടുക്കേണ്ട ആവശ്യം ആക്ച്വലി ഇല്ല. കാരണം ഇത് നമ്മുടെ ബിസിനസ്സാണ്, നമ്മളാണ് ഡിസൈഡ് ചെയ്യുന്നത് എത്ര ടൈം ഇൻവെസ്റ്റ് ചെയ്യണം, എത്ര എഫേർട്ട് ഇൻവെസ്റ്റ് ചെയ്യണം. സോ അതിനനുസരിച്ചായിരിക്കും നമുക്ക് ഇങ്ങോട്ട് വരുന്ന ഇൻകം. സോ അതാണ് എനിക്ക് കമ്മീഷനെ കുറിച്ച് പറയാനുള്ളത്. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. ഓക്കെ, നന്ദേ കറക്റ്റായിട്ട് തന്നെ പറഞ്ഞു. അപ്പൊ എല്ലാവരുടെയും വിചാരം ഇതാണ്, നമ്മളൊരു പിരമിഡ് സ്കീം ഏറ്റവും ടോപ്പിലേക്ക് ഇങ്ങനെ, ഈ പിരമിഡ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ്, അതിൽ ഏറ്റവും ആദ്യമേ സ്റ്റാർട്ട് ചെയ്ത ആൾക്കാർക്കാണ് ഈ താഴെയുള്ള എല്ലാവരുടെയും ബെനിഫിറ്റ് പോകുന്നത്. അതോടെ അപ്പൊ നമ്മൾ ജൂനിയേഴ്സ് 8 വർഷം മുന്നേ തുടങ്ങിയ കമ്പനിയാന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്. അങ്ങനെയാണ് ഈ പിരമിഡിൽ ഏറ്റവും താഴെ കിടക്കുക ഞങ്ങൾ എല്ലാവരും. അപ്പോ അങ്ങനത്തെ ഒരു സിസ്റ്റം ആണെങ്കിൽ ഉറപ്പായിട്ടും ഞങ്ങൾ ഇങ്ങനെ ഞങ്ങളുടെ സമയവും ഞങ്ങളുടെ എനർജിയും ഒക്കെ വേസ്റ്റ് ചെയ്തിരിക്കത്തില്ല. അപ്പൊ ഈ ബിസിനസ് സിസ്റ്റം എന്ന് വെച്ചാൽ കമ്മീഷൻ വഴി തന്നെയാണ് എല്ലാവർക്കും ഇത് കിട്ടുന്നത്. അപ്പൊ നമുക്ക് ഇപ്പൊ പറഞ്ഞു ഈ ഒരു 30 ഡേ ട്രയൽ പീരീഡിൽ നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് ഒരു വെബ്സൈറ്റ് ഉണ്ടാവും. അപ്പൊ എന്റെ വെബ്സൈറ്റ് ഇവിടെ കാണുന്നു, എല്ലാവരുടെ വെബ്സൈറ്റ് ഇവിടെ കണ്ടില്ലേ. അപ്പോൾ വെബ്സൈറ്റ്സ് ഉണ്ട്. അപ്പൊ ഈ വെബ്സൈറ്റിൽ കൂടെ ഈ ഒരു അഫിലിയേറ്റ് ചെയ്യുന്ന ഒരു കമ്പനിക്ക് എങ്ങനെ സെയിൽ പോകുമ്പോഴാണ് നമുക്ക് ഈ കമ്മീഷൻ വൈസ് കിട്ടുന്നത്. അതാണ് ഒരു തരത്തിലുള്ള ഇൻകം സ്ട്രീം നമുക്ക് കിട്ടുന്നത്, വരുമാനം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ചെയ്യുന്നത് നമുക്ക് ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യുമ്പോൾ തന്നെ സ്കെയിലപ്പ് ചെയ്തിട്ട് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്താൽ നമ്മളുടെ ഒറ്റ സെയിലിനും നമ്മുടെ മേളിലേക്കുള്ളവർക്കോ താഴേക്കുള്ളവർക്കോ ബെനിഫിറ്റ് ഉണ്ടാകാൻ പോകുന്നില്ല. പക്ഷെ ഓഫ് കോഴ്സ് നമ്മളൊരു ഗ്രൂപ്പായിട്ട് വർക്ക് ചെയ്യുമ്പോഴത്തേനും നമ്മൾ ഈച്ച് അതർ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഒരു പുതിയ സിസ്റ്റം ആയതുകൊണ്ട് നിങ്ങൾ എല്ലാവരും വരുമ്പോഴത്തേനും എല്ലാവർക്കും ഒരു ഡൗട്ടാണ്, എനിക്കറിയില്ലല്ലോ, ഒരു കാര്യം അറിയത്തില്ലല്ലോ ഇതിനെക്കുറിച്ച്. അപ്പോൾ നമ്മൾ ഹെൽപ്പ് ചെയ്യും ഇങ്ങനെ. അപ്പോൾ ഹെൽപ്പ് ചെയ്യുമ്പോഴത്തേനും നമ്മൾക്ക് അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുമെന്ന് ചോദിച്ചാൽ ഇല്ല, ഉറപ്പായിട്ടും ഇല്ല. കാര്യം നമുക്ക് വരുമാനം എപ്പോഴും കിട്ടുന്നത് ഈ കമ്മീഷൻ വഴിയാണ്. അത് ചെയ്യുന്നത് എപ്പോഴും ഞങ്ങൾക്ക് മാത്രമായിരിക്കും ഈ കമ്മീഷൻ കിട്ടുന്നത് നമ്മൾ ആ ഒരു സിസ്റ്റത്തിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് സ്റ്റാർട്ടപ്പ് ചെയ്യുവാണെങ്കിൽ. അപ്പോൾ അതൊരു എല്ലാവരുടെയും ഉള്ള തീരുമാനമാണ് നിങ്ങൾ എങ്ങനെ ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യണം. അതാണ് പറയുന്നത്, ഒത്തിരി ഇൻഡിപെൻഡൻസ് തരുന്ന കാര്യമാണ്. നമുക്ക് ഡിസൈഡ് ചെയ്യാം നമുക്ക് എന്തോരം സമയം കൊടുക്കണം, നമുക്ക് എന്തോരം എഫേർട്ട് കൊടുക്കണം, നമ്മൾക്ക് എന്തോരം ഏൺ ചെയ്യണം ഫ്യൂച്ചറിൽ, നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് എല്ലാവർക്കും ഇപ്പം എൻ്റെ, ദീപയുടെ, നന്ദയുടെ, സിബിയുടെ നമ്മുടെ പേഴ്സണലായിട്ട് ചോയ്സസ് ആണ്. അതിലാരും ഇന്റർഫിയർ ചെയ്യുന്നില്ല. എപ്പോഴും ഇപ്പൊ പിരമിഡ് സ്കീം എന്ന് പറയുമ്പോഴത്തേനും എല്ലാവരും പറയുന്നത് ഇവർക്ക് ഇത്രയും സെയിൽ ഒരു മാസം ഉണ്ടാക്കണം, അല്ലെങ്കിൽ നമ്മുടെ റാങ്ക് പോവും അങ്ങനെ. അപ്പൊ ഇതിലും റാങ്കിങ് ഒക്കെ ഉണ്ട് എല്ലാ ബിസിനസ് സിസ്റ്റത്തിനെ പോലെ. പക്ഷേ നിങ്ങൾ എവിടെ നിൽക്കുന്നോ ആ റാങ്ക് ഒരിക്കലും മാറാൻ പോകുന്നില്ല. കാര്യം നമ്മളിൽ ഒരു ഇപ്പൊ നമ്മളുടെ ലൈഫാണ്, എല്ലാവരുടെയും അൺസർട്ടനിറ്റി ഉണ്ട്. ഇപ്പൊ ചില സമയങ്ങളിൽ നമ്മൾ സിക്കാവുന്നു, അല്ലെങ്കിൽ നമുക്ക് യാത്ര ചെയ്യുന്നു, ആ ഒരു എഫേർട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മുടെ ബിസിനസ് സിസ്റ്റം അതേപോലെ തന്നെ ഇരിക്കും, അതേപോലെ നമ്മുടെ ഏർണിങ്സും അതേപോലെ തന്നെ ഇരിക്കും. അപ്പോഴാണ് ഈ ഓട്ടോമേഷൻ, ഈ ഫാക്ടറും ഇതെല്ലാം നമുക്ക് ഒത്തിരി ബെനിഫിറ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ പറയുന്നത് കമ്മീഷൻ സ്ട്രക്ചറിനെ കുറിച്ച്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാമാണ് ബിസിനസ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ എല്ലാവരും മനസ്സിലാക്കിയിട്ട് അതിനെക്കുറിച്ച് ഒരു 30 ദിവസം സ്റ്റഡി ചെയ്ത് അനലൈസ് ചെയ്ത്, ഇപ്പോൾ ഞങ്ങൾ ചെയ്യുന്ന കാര്യം എല്ലാവർക്കും ചെയ്യാൻ താല്പര്യം ഉണ്ടാവണമെന്നില്ല. അപ്പൊ അത് നിങ്ങളുടെ കപ്പ് ഓഫ് ടീ ആണോ അതോ എനിക്ക് വേണ്ടിയിട്ടുള്ള കാര്യമാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു അവസരമാണ് ഈ ഒരു 30 ഡേ ട്രയൽ പീരീഡ് കിട്ടുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെയാണ് ഈ ബിസിനസ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും ഈ 8 years ആയിട്ടുള്ള ബിസിനസ് ആണെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ അതിൽ 8 yearsന് മുന്നേ തുടങ്ങിയ ആളാണോ ഈ ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്നതെന്ന് ഞാൻ ചോദിച്ചാൽ ഇല്ല എന്ന് പറയും. കാര്യം അതിനേക്കാളും കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്നത് ചിലപ്പോൾ 4 years മുന്നേ സ്റ്റാർട്ട് ചെയ്ത ആളായിരിക്കും. അങ്ങനെ അപ്പൊ അതിനുള്ള ഒരു പൊട്ടൻഷ്യലൊക്കെ ഉള്ള ഒരു കാര്യമാണ് ഇത്. അപ്പോൾ ഇതാണ് ഞങ്ങൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഇനിയിപ്പോ എന്തെങ്കിലും പാട്ട് ഞാൻ ഇതിൽ നിന്ന് എല്ലാവരുടെയും ക്വസ്റ്റ്യൻ, ഇപ്പം നിങ്ങൾ ആരെങ്കിലും ഇപ്പോൾ ഞങ്ങളെ ലൈവായിട്ട് കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പം ഞങ്ങൾക്ക് അതിലേക്ക് കൂടുതൽ എലാബറേറ്റ് ചെയ്യാൻ പറ്റും. ഞങ്ങൾ ലൈവാണ്. അപ്പോൾ ആരുടെയും കമൻറ്റ്സ് ഞാൻ ഇതുവരെയും കണ്ടില്ല. എന്തെങ്കിലും മിസ്സായിട്ടുണ്ടോ ദീപ, സിബി, നന്ദ നമ്മൾ പറയാനായിട്ട്? എനിക്ക് തോന്നുന്നു നമ്മളെല്ലാം അത്യാവശ്യം കവർ ചെയ്തു. ദീപ എന്തോ പറയാൻ വന്നു? ഇല്ല, നീ ഫിനിഷ് ചെയ്യും. Yeah, I think we covered almost everything, more than there is, so I think we are good. ഓക്കെ, അപ്പോൾ ഇതാണ്. അപ്പോൾ മിസ്കൺസെപ്ഷൻ എല്ലാവരുടെയും തെറ്റിദ്ധാരണകളും സ്കാമാണ്, ഫ്രോഡാണ്, അല്ലെങ്കിൽ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ തിരുത്താൻ ഞങ്ങൾക്ക് പറ്റുമെന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും പറ്റത്തില്ല. പക്ഷേ അവര് നമുക്ക് കുറച്ച് അസൂയ, കുശിമ്പ്, അങ്ങനത്തെ തെറ്റിദ്ധാരണകളൊക്കെ ഉള്ളപ്പോഴും ഉള്ള ആൾക്കാർ അങ്ങനെ ഇരുന്നോട്ടെ. പക്ഷെ നമ്മളെപ്പോഴും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ പാഷൻ, നമ്മുടെ ഫാമിലിയിലുള്ള നമ്മുടെ ഗ്രോത്ത്,
അത് ഞങ്ങൾ ഉറപ്പായിട്ട് ഞങ്ങൾ ടീമായിട്ട് ഞങ്ങൾ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കും. അതിനെ അത് എപ്പോഴും ഉണ്ടാവും. അപ്പൊ പിന്നെ ലെജിറ്റിമേറ്റ് ആയിട്ട് ജെന്യൂൻ ആയിട്ട് നമ്മൾ ദൈവത്തിന് നിരക്കാത്തായിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല ഒരിക്കലും ആരും ചെയ്യുന്നത്. അതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും ഇവിടെ തന്നെ ഉണ്ടാവും. ബിസിനസ് ആണെങ്കിൽ എടാ ഈ നമ്മളുടെ പാരന്റിങ് കമ്പനി 50 years ആയിട്ട് മാർക്കറ്റിൽ നിൽക്കില്ല. ദാറ്റ് ഈസ് വൺ തിങ്. ആൻഡ് നമ്മളുടെ ഈ ഒരു ബിസിനസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ കോമൺ ആയിട്ടുള്ള ആൾക്കാർക്ക്, അതായത് നമ്മൾ 9 to 5 ജോബ് ചെയ്യുന്ന ആൾക്കാർക്ക് നമുക്ക് ഒരിക്കലും നമ്മളുടെ ജോലിയിൽ നിന്ന് ഒരു സാലറി വൈസ് നമുക്ക് ഒരിക്കലും ഒരു ഗ്രോത്ത് there will be a cap for our growth. അപ്പം ഈ ഒരു ജോലി കിട്ടാൻ വേണ്ടിയിട്ടും നമുക്ക് ഇപ്പം വർക്ക് ചെയ്യുന്ന അബ്രോഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ആ ക്വാളിഫൈഡ് ആയിട്ട് ജോലി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറെ എഫേർട്ട് എടുത്തിട്ടുണ്ട് അല്ലെ? നമ്മൾ സ്റ്റഡീസിൽ കൊച്ചുനാളും പോലുള്ള നമ്മുടെ സ്റ്റഡീസിൽ നമ്മൾ എത്ര പൈസയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് നോക്കിക്കേ. നമ്മുടെ പേരൻസ് നമ്മളുടെ സ്റ്റഡി, നമ്മളുടെ ഈ ക്വാളിഫൈഡ് ജോലി കിട്ടുന്ന അതിന്റെ സ്റ്റഡീസ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് എത്ര പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളുടെ എത്ര ടൈം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട്, പല പല കോഴ്സസ് ചെയ്യാൻ വേണ്ടി, അതിന്റെ അഡീഷണൽ കോഴ്സസ് ചെയ്യാൻ വേണ്ടിയിട്ടും. പിന്നെ നമ്മളുടെ നാട്ടിൽ നിന്ന് വിട്ടിട്ട് ഇതേപോലുള്ള വേറെ കൺട്രീസിൽ, ഇപ്പം മിഡിൽ ഈസ്റ്റ്, ഇപ്പൊ ഞാൻ മിഡിൽ ഈസ്റ്റിലുള്ള ആളാണ്, നിങ്ങൾ യൂറോപ്യൻ കൺട്രീസിലുള്ള ആൾക്കാരാണ്. അപ്പോൾ അവിടെയൊക്കെ ജോലി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എത്ര അതിന്റെ പ്രോസസ്സിൽ കൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ട്. അപ്പം ഇത്രയും സംഭവങ്ങളെല്ലാം കടന്നു പോയിട്ട് നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇറ്റ്സ് എ ജോബ്. നമ്മളുടെ സ്കിൽസ്, നമ്മളുടെ ഇത്രയുമുള്ള എഫേർട്ട് നമ്മൾ വേറെ ആരെയോ ഒക്കെയോ പണക്കാരാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുവാണ്. ഈ ബിസിനസ്സിൽ നമ്മൾക്ക് സ്വന്തമായിട്ട് നമ്മളുടെ ഒരു ബിസിനസ് നമ്മളുടെ ഒരു എംപയർ വേണ്ടിയിട്ട് അവരെ ഹെൽപ്പ് ചെയ്യാണ്. നമ്മളുടെ സ്കിൽസ് നമ്മൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. പിന്നെ ഇപ്പം ചോദിച്ചു കഴിഞ്ഞാൽ ഇത് മാത്രമല്ല ബിസിനസ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത്. ഒത്തിരി 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 ഓപ്പർച്യൂണിറ്റീസ്, നമുക്ക് പൈസ ഏൺ ചെയ്യാനുള്ള കുറെ ഓപ്പർച്യൂണിറ്റീസ് പുറത്ത് മാർക്കറ്റിലുണ്ട്. പക്ഷേ അതിനടുത്ത് നമ്മളെ പോലുള്ളവർക്ക് ഈ ബിസിനസ് നമ്മൾ സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നുണ്ടെന്ന് പറയാനായിട്ട് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാക്കി ജോലി കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഏറ്റവും കൺവീനിയന്റ് ആയിട്ട് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ബിസിനസ് എന്ന് വെച്ചാൽ ഇതാണ്. ബിക്കോസ് ഓഫ് ദ ഓട്ടോമേഷൻ നമ്മൾക്ക് അധികം എഫേർട്ട് ഇല്ല. നമ്മൾക്കൊരു സോഷ്യൽ മീഡിയാസിൽ നമ്മളുടെ കണ്ടന്റ് ഇട്ട് കഴിഞ്ഞാലും പിന്നെ ഒരു ആഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാലും നമ്മളുടെ മെയിൻ പണി കഴിഞ്ഞു. പിന്നെ ഈ വരുന്ന ക്വരീസിന് ആൻസർ ചെയ്യുക. പിന്നെ നമ്മൾ ഒരിക്കലും ഓരോ ആൾക്കാരുടെയും പുറകിന് പോകുന്നില്ല എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾക്ക് വേണ്ടിയിട്ട് അത് ചെയ്യാൻ വേണ്ടിയിട്ട് കോച്ചസ് ഉണ്ട്, ആൾക്കാർക്ക് ഇനിഷ്യൽ ഇൻഫർമേഷൻ കൊടുക്കാൻ വെബിനാർ ഉണ്ട്. അപ്പൊ നമുക്ക് ഒരിക്കലും നമ്മളുടെ കൂടുതൽ ഇൻവോൾവ്മെന്റ്സോ നമ്മളുടെ വളരെ കുറച്ച് എഫേർട്ടിൽ മാത്രം വെച്ചിട്ട് നമുക്കൊരു അമേസിങ് ഏർണിംഗ് പൊട്ടൻഷ്യൽ ഉള്ള ഒരു ലീഗൽ ആയിട്ടുള്ള ഒരു ബിസിനസ് ആണിത്. ലീഗൽ അല്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന USA-യിലും UK-യിലും ഒന്നും 8 years ആയിട്ട് ഈ ഒരു ബിസിനസ് മോഡൽ ഡെഫിനറ്റ്ലി റൺ ചെയ്യില്ല. ഞാൻ UAE പോലുള്ള സ്ഥലത്ത് ഇരുന്നിട്ടും ഡെഫിനറ്റ്ലി ഈ ബിസിനസ്സിൽ എന്റെ ലൈസൻസ് ജോലി ഇത്രയും നാൾ ഞാൻ പഠിച്ച് ഏൺ ചെയ്തെടുത്ത് എന്റെ ലൈസൻസ് ജോലിയിൽ റിസ്ക് ചെയ്തിട്ട് ഞാൻ ഒരിക്കലും ഇങ്ങനെ ഒരു ബിസിനസ്സിൽ ജോയിൻ ചെയ്യില്ല. സോ ഡെഫിനറ്റ്ലി ഇറ്റ്സ് നോട്ട് എ സ്കാം. പിന്നെ കോമൺ ആയിട്ടുള്ള ഹ്യൂമൻ നേച്ചർ ആണ്, നമുക്ക് ചെയ്യാൻ പറ്റാത്ത നമ്മുടെ ഇൻസെക്യൂരിറ്റീസ് നമ്മൾ ബാക്കിയുള്ളവരുടെ പുറത്തിട്ടിട്ട് അവരതാണ്, അവര് സ്കാമാണ്, അവരതാണ്, അവർ കുറെ ഏൺ ചെയ്യുന്നുണ്ടെന്നൊക്കെ പറയുന്നത് അതെല്ലാം ചുമ്മാതാണ്. അങ്ങനെയല്ല, നമ്മള് ഡെഫിനറ്റ്ലി പറയുന്നുണ്ട് ഓക്കെ കം ആൻഡ് സീ, എന്നിട്ട് ഡിസൈഡ്, അത്രേ ഉള്ളൂ. സോ ഇത് നമ്മളെ ഇപ്പൊ വാച്ച് ചെയ്യുന്ന ആൾക്കാർക്കായാലും ഇനി റീപ്ലേ വാച്ച് ചെയ്യുന്ന ആൾക്കാർക്കായാലും നിങ്ങൾക്ക് ബാക്കിയുള്ളവർ പറയുന്നതും ഇങ്ങനെ പുറമേ ഉള്ള എല്ലാം കൂടെ തലയിൽ വെച്ചിട്ടിരിക്കാതെ ജസ്റ്റ് തിങ്ക്, എന്താണ് നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ? മേ ബി ഇറ്റ്സ് ഫൈനാൻഷ്യൽ, മേ ബി ഇറ്റ്സ് മൈൻഡിലുള്ളതും. നിങ്ങൾക്ക് അതൊരു ഇംപ്രൂവ് ചെയ്യാനായിട്ടുള്ള ആഗ്രഹമുണ്ടോ, സിൻസിയർ ആയിട്ടുള്ള ആഗ്രഹമുണ്ടോ? ദെൻ this is the answer for that. Financially we can improve, health wise we can improve, and mental. സോ ഞങ്ങളുടെ ഈ ഗ്രൂപ്പ് മീറ്റിംഗ്സ്, ഞങ്ങളുടെ ഇതൊക്കെ ഞങ്ങൾക്ക് ഒരു പോസിറ്റീവ് ഹബ്ബാണ്. ഇവിടെ ഒരിക്കലും ആരും പാരവെപ്പും പുറകുന്ന കുത്തലും ഒരാളെ ചവിട്ടിത്താഴ്ത്തലും അങ്ങനെയുള്ള ഒന്നുമില്ല. ഇറ്റ്സ് പ്യൂർലി നമ്മൾ ശരിക്കും ഉള്ള എന്താ, നമുക്ക് അറിയാൻ വയ്യാത്തൊരു സ്ഥലത്ത് നമുക്ക് ഒറ്റയ്ക്ക് പോകുമ്പോൾ നമുക്ക് പേടിയാവും. പക്ഷെ ഞങ്ങളെല്ലാവരും ഒട്ടും അറിയാൻ വയ്യാതെ ബിസിനസ്സിൽ വന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാകുമ്പോൾ നമുക്ക് ഏതറിയാൻ വയ്യാത്ത സ്ഥലത്ത് പോകാനും നമുക്കൊരു ധൈര്യമല്ലേ, വാ ഇറങ്ങാം പോവാം. എന്നിട്ട് കാര്യം ഓരോ ആൾക്കാരും ഡിഫറെന്റ് സ്കില്ലുള്ള ആൾക്കാരാണ്. ഓരോരുത്തരുടെ സ്കില്ല് നമ്മൾ യൂട്ടിലൈസ് ചെയ്തിട്ടാണ് ഈ ബിസിനസ്സിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നത്.
സോ അതാണ്. സോ ഇറ്റ്സ് എൻ അമേസിംഗ് ബിസിനസ് ഓപ്പർച്യൂണിറ്റി. ഡെഫിനറ്റ്ലി ഇറ്റ്സ് എ ഗോൾഡ് മൈൻ. ആൻഡ് ഡോണ്ട് എവർ യുനോ നിങ്ങളുടെ ഒരു മെന്റാലിറ്റി ഇങ്ങനെ ഓക്കെ, ഈ ഒരു മെന്റാലിറ്റി ഉണ്ടാവും, പക്ഷേ കുറച്ചൊന്ന് അറിയാനൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നമ്മൾ ഒരിക്കലും ജോയിൻ ചെയ്യണമെന്ന് പറയത്തില്ല. ഇറ്റ്സ് അപ് ടു യു ജോയിൻ ചെയ്യണോ വേണ്ടത്, പക്ഷെ അറിയാൻ ട്രൈ ചെയ്ത് നോക്കാം നമ്മൾ പറയും. താങ്ക് യു ദീപ. ഒത്തിരി അതൊക്കെ നല്ല കൺക്ലൂഷൻ. കാര്യം നിങ്ങളെല്ലാവരും ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും പേഴ്സണൽ ഗ്രോത്ത് അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ഗ്രോത്ത് അല്ലെങ്കിൽ ഫിസിക്കൽ ഹെൽത്ത് അല്ലെങ്കിൽ ഒരു ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള എവർ മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള ഒരു അച്ചീവിംഗ് ആയിട്ടുള്ള ഒരു നമ്മളെ പോസിറ്റീവ് സ്പിരിറ്റ് ഉള്ള ആൾക്കാരുടെ കൂട്ടത്തിൽ നമ്മൾ ചേർന്നാൽ എന്താ എപ്പോഴും നമുക്കറിയത്തില്ല നമ്മൾ ആരുടെ കൂട്ടത്തിൽ ഇളകി ചേരുന്നു അവരുടെ ചെറിയൊരു ഫാക്ടർ നമുക്ക് കിട്ടുമല്ലോ. അപ്പൊ എപ്പോഴും ഗ്രോ ചെയ്യണം, എപ്പോഴും അച്ചീവ് ചെയ്യണം, എപ്പോഴും പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്ന ഒരാൾക്കാരുടെ കൂട്ടത്തിൽ ഒരു ബിസിനസ് കമ്മ്യൂണിറ്റിയുടെ കൂട്ടത്തിൽ വന്ന് കണ്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ ഫാമിലി അല്ലെങ്കിൽ നമ്മളുടെ ഞാൻ പറയാം എപ്പോഴും ഞാൻ അത് എല്ലാവരോടും പറയാറുള്ളത്, നമ്മളെപ്പോഴും വിചാരിക്കണേ ആ കാര്യത്തിൽ സെൽഫിഷ് ആയിരിക്കണം. ഉറപ്പായിട്ടും നമ്മളുടെ ഫാമിലി നമ്മൾ ആ ഒരു ഫാക്ടർ എപ്പോഴും നിങ്ങളുടെ മുമ്പിൽ ആരുടേതായാലും ഉണ്ട്, ഗ്രൂപ്പ് ഉണ്ട്, എന്നാലും ആ ഒരു സെൽഫിഷ്നെസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും വന്ന് ഈ ഓപ്പർച്യൂണിറ്റി കണ്ടു നോക്കുക, മനസ്സിലാക്കുക, 30 days ട്രയൽ ചെയ്യുക. എന്നിട്ട് ഡിസൈഡ് ചെയ്യേണ്ട ഒരേ ഒരു കാര്യമുള്ളൂ, ഒരിക്കലും ഞങ്ങൾ വന്നിട്ട് ആരെയും വല പിടിച്ചു ചേർക്കുന്ന ഒരേ ഒരു ഓപ്പർച്യൂണിറ്റി അല്ല ഇത്. പക്ഷേ ഒത്തിരി ഗ്രോത്ത് ഉണ്ടാകുന്ന കാര്യമാണ്. ഇപ്പൊ ഞങ്ങളെ ഈ 2 വർഷമായിട്ട് ഞങ്ങളെ എപ്പോഴും ലൈവിൽ കാണുന്ന എല്ലാവർക്കും അത് കാണാം. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഞങ്ങളെ ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, എൻകറേജ് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ഗ്രേറ്റ് സൺഡേ അല്ലെങ്കിൽ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഞങ്ങൾ സൈനിങ് ഓഫ് ചെയ്യാണ്. ബൈ ബൈ. അപ്പോൾ ഇനി എല്ലാവരും ഇപ്പൊ ഞങ്ങളെ ലൈവായിട്ട് കണ്ട എല്ലാവർക്കും താങ്ക് യു. അല്ലെങ്കിൽ റീപ്ലേ ആണ് വാച്ച് ചെയ്യാൻ പോകുന്നതെങ്കിൽ എല്ലാവരും എന്നെ അല്ലെങ്കിൽ സിബിനെ അല്ലെങ്കിൽ നന്ദ ആരുടെ പേജിൽ നിന്നാണോ ഞങ്ങളുടെ ഈ ലൈവ് ഇന്റർവ്യൂ കാണുന്നത് ഞങ്ങളെ റീച്ച് ഔട്ട് ചെയ്യുക. ഹാപ്പി ടു ഹെൽപ്പ് യു, ഹാപ്പി ടു ഗൈഡ് യു. ഗോഡ് ബ്ലസ്. ബൈ ബൈ. Okay. Bye, guys. Thank you. Bye bye. Bye bye.